ഹലോ, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മാമൂലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അറബികളുടെയൊക്കെ സൽക്കാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ മാമൂൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് റവയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലോട്ടുള്ള മിക്സിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ബട്ടറും 1/4 കപ്പ് ഓയിലും പാടെ മിക്സ് ചെയ്ത് വെക്കുക. അത് രണ്ടും പാടെ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ റവ, അതിലോട്ട് ഈ മിക്സ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. ഇതൊരു വലിയ പാത്രത്തിൽ ചെയ്യാം കേട്ടോ നല്ലത്. ഞാൻ എടുത്തത് ചെറുതായിപ്പോയി. അങ്ങനെ ഈ മിക്സ് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു ക്ലിംഗ് റാപ്പർ കൊണ്ട് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് ഒരു ബൗളിലോട്ട് 1 ടീസ്പൂണ് ഈസ്റ്റും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1/2 കപ്പ് പാലും പാടെ മിക്സ് ചെയ്ത് വെക്കണം. ഈസ്റ്റ് പൊന്തി 2 മണിക്കൂറിന് ശേഷം നമ്മുടെ റവയുടെ മിക്സ് എടുത്തിട്ട് നമുക്ക് നേരത്തെ പൊന്തി വെക്കാൻ വെച്ച ഈസ്റ്റിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1.5 കപ്പ് മൈദയും 1 കപ്പ് പാൽപ്പൊടിയും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പാടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിതാണ് പറഞ്ഞത്, ആദ്യം തന്നെ വലിയ പാത്രം എടുക്കുകയായിരിക്കും കേട്ടോ നല്ലത്. എനിക്കിപ്പോൾ ഇവിടെ കുഴച്ചെടുക്കാൻ ഭയങ്കര പണിയായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലിട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതിലൊരു 1/2 കപ്പ് വെള്ളം നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മിക്സ് ഇനി ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് കറക്റ്റ് പരുവത്തിലായിട്ട് വരും കേട്ടോ. ഇനി ഇതിലോട്ട് ഈത്തപ്പഴത്തിൻ്റെ ഫില്ലിങ്സാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനായി 500 ഗ്രാം ഈത്തപ്പഴമാണ് എടുത്ത് കുരു കളഞ്ഞ് വെച്ചതാണ്. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് ബട്ടറും ചേർത്ത് കുഴച്ചെടുക്കുക. ഇനി ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് മാമൂലാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് റവയുടെ മിക്സിയിൽ നിന്ന് ഈ ഒരു വലിപ്പത്തിൽ ഉരുളകളാക്കിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. എപ്പോഴും റവയുടെ മിക്സിന് വലിപ്പം കൂടുതലും ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ഉരുളാക്കുമ്പോൾ അതിനേക്കാളും ഒരു പൊടി ചെറുതുമായിട്ട് ചെയ്യണം കേട്ടോ. നമുക്കത് ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതാണല്ലോ. ഈ ഒരളവിൽ നമുക്കൊരു 10-50 മാമൂലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള മാമൂലിൻ്റെ മോൾഡ് വലുതായതുകൊണ്ടാണ് 50, ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 100 വരെ നമുക്ക് ഇതിൽ ഉണ്ടാക്കാം. അങ്ങനെ എല്ലാം പാടെ ഉരുളകളൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. മാമൂലിൻ്റെ ഷേപ്പിലോട്ട് എങ്ങനെ ആക്കണമെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു ഉരുള എടുത്തിട്ട് അതിൻ്റെ നടുവിലൊന്ന് കുഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ഉരുള അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. കണ്ടില്ല, ഇപ്പോൾ ഫില്ലിങ് ഉള്ളിലായി. ഇനി നമുക്ക് മാമൂലിൻ്റെ മോൾഡിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് കമിഴ്ത്തിട്ടാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാനിവിടെ വലിയ ഷേപ്പിലും ചെറിയ ഷേപ്പിലും ഒക്കെ ആയിട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയാണ്. അങ്ങനെ ഞാനിവിടെ ഇതൊക്കെ എല്ലാം ചെയ്തെടുത്ത് വെച്ച് കുറച്ച് വലിയ ഷേപ്പിലും ചെറിയ ഷേപ്പിലും ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലോട്ട് കയറ്റി കൊടുക്കുക. ഒരു 150 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത്. അങ്ങനെ എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഓക്കെ, ബൈ.